ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മൾ വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ടീ ലൈറ്റ് കോസ്റ്ററാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോസ്റ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഡിസൈനർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇറ്റ്സി നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ടൊരു പേപ്പറാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ലൊരു ബ്രൗൺ ഒരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ട് അതിൽ ആ ഒരു ഡിസൈനൊക്കെ ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ എംബോസ് ചെയ്ത് കാണുന്ന ടൈപ്പ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ്. നമ്മളൊരു ഫാബ്രിക്കൊക്കെ പോലെ ഇരിക്കും അതുപോലൊരു ഡിസൈനാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ ഒരു കോസ്റ്ററിൻ്റെ ആ ഒരു ഷേപ്പിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാൻവാസ് ഷീറ്റിൽ നിന്ന് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്നും നമ്മൾ ഒരേ സൈസിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു കോസ്റ്ററിൻ്റെ മേലെ നമ്മൾ ആ ഒരു ക്യാൻവാസ് ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത്തിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ആ ഒരു ക്യാൻവാസ് ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഡിസൈനർ പേപ്പറും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഡിസൈനർ പേപ്പറും ക്യാൻവാസ് ഷീറ്റും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, അതുപോലെ കോസ്റ്ററൊന്നും ഇല്ലെങ്കിലും അതിന് പകരം കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്താൽ മതി. പിന്നെ അതിൻ്റെ മേലെ ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൻ്റെ മേലെ പിന്നെ എന്തെങ്കിലും ഫാബ്രിക്കോ അല്ലെങ്കിൽ ഡിസൈനർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് പേപ്പറൊക്കെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലുള്ള ഡിസൈനർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള ടീ ലൈറ്റ് കോസ്റ്റർ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനുണ്ട്. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 2000 റുപ്പീസും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു നല്ല ക്വാളിറ്റിയുള്ള പേപ്പേഴ്സ് തന്നെ വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ ഇറ്റ്സിന്ന് റിവ്യൂവിന് വേണ്ടി അയച്ചു തന്നിട്ടുള്ള പേപ്പേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ കയ്യിലുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനൊരു ബോർഡറായിട്ട് ആ ഒട്ടിച്ചതൊക്കെ ഇങ്ങനെ കാണുമല്ലോ, അപ്പോൾ അതൊന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ഭംഗി കിട്ടാനായിട്ട് നമ്മളൊരു ഗോൾഡൻ ലേസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡ്രസ്സിൻ്റെ ഒക്കെ സൈഡിലൊക്കെ ഷോളിൻ്റെ സൈഡിലൊക്കെ ഒട്ടിക്കാനായിട്ടൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഗോൾഡൻ കളർ അല്ലെങ്കിൽ സിൽവർ കളറൊക്കെ ലേസൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂട്ട് ത്രെഡ് ഇങ്ങനെ നമ്മൾ മുടിയൊക്കെ പിന്നുന്ന പോലെ പിന്നിയിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോഴും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ലേസ് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വീതിയുള്ള ലേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ചതും പിന്നെ അതുപോലെ ആ ഒരു കോസ്റ്ററിൻ്റെ ആ സൈഡിലൊന്നും കാണുന്നില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു ടീ കോസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നല്ല ലേസൊക്കെ ഗോൾഡൻ കളർ കുറച്ച് ഹെവി ആയിട്ടുള്ള ലേസൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതിൽ ഇതുപോലെ നല്ല സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ളൊരു ലേസായിരുന്നു. അപ്പോൾ അതെൻ്റെ കയ്യിൽ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളതുപോലെ കുറച്ചുകൂടി നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളത് വെക്കുന്ന സമയത്ത് നമുക്കത് സെയിൽ ചെയ്യാനും ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് പൊതുവേ നോർത്ത് ഇന്ത്യൻസിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ പൂജ റൂമിലൊക്കെ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ഗോഡ്സിൻ്റെ ഒക്കെ ഇങ്ങനെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കിയിട്ട് വെക്കാനും അതിനൊക്കെയാണ് തോന്നുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ദിവാലി ഡെക്കറേഷൻസ് ആയിട്ട് ക്യാൻഡിൽസ് വെക്കാനും അങ്ങനെയൊക്കെയാണ് പൊതുവേ ഇത് കാണാറ് കേട്ടോ. അപ്പം നമ്മൾ ഇത് അങ്ങനെ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ബോർഡ് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കയ്യിലിങ്ങനെ കുഞ്ഞ് കാല് പോലുള്ള അതിൻ്റെ ഈ വുഡൻ്റെ ഒക്കെ അല്ലെങ്കിൽ കുഞ്ഞ് പീസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ഇവിടെ ബീഡ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള കുറച്ച് വലിയ ടൈപ്പ് വുഡൻ ബീഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല മാച്ചിങ് ആയിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അതൊക്കെ 2 എണ്ണമൊക്കെ ഉള്ളായിരുന്നു, 4 ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വലിയ ബീഡ്സ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പും. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി മാച്ച് ആവുന്ന കളർ നോക്കിയിട്ട് ഗ്രീനും യെല്ലോയും കൂടെ വെച്ചിട്ട് 2 എണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ടേബിൾ പോലെ ഒരു സ്റ്റാൻഡിൻ്റെ ഒരു എഫക്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രയും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ ടീ ലൈറ്റ് ക്യാൻഡിൽ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സൂപ്പറായിട്ട് തന്നെ ഉണ്ട്. ആ ഒരു പ്രത്യേക ഒരു ടൈപ്പ് ഫാബ്രിക്കാണ് നമ്മൾ അതിലേക്ക് ആ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഇറ്റ്സിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പ് പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള പേപ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാംക്രാഫ്റ്റ് എന്നുള്ള കോഡും കൂടെ യൂസ് ചെയ്യുമ്പം എഗെയിൻ ഒരു 5% ഡിസ്കൗണ്ടും കൂടെ കിട്ടും.
അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഷോ പീസായിട്ട് വെക്കാനും പിന്നെ നമുക്ക് ടേബിളിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് മിനിയേച്ചർ ക്രാഫ്റ്റുകളൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ദിവാലി ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ടും പിന്നെ അതുപോലെ നമുക്ക് പൂജ റൂമിലൊക്കെ ഓരോന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് അടിപൊളിയായിട്ടുള്ള ഒരു കോസ്റ്ററാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് കുറച്ച് കുഞ്ഞു കുഞ്ഞു മിനിയേച്ചർ കപ്പുകളും ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് ഈ ഒരു ടീ ലൈറ്റ് ക്യാൻഡിൽ ഹോൾഡറാണ് നമ്മൾ ആമസോണിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, 2000 റുപ്പീസ് ഉണ്ട്. പിന്നെ അതുപോലെ $500 ഒക്കെ ആയിട്ട് വേറെ ഡിസൈൻസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണൊന്ന് എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ അത്രയും റേറ്റ് കൊടുത്തത് വാങ്ങിക്കണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. നമുക്കൊരു 100 രൂപ പോലും ചിലവില്ലാതാണ് നമ്മൾ അത്രയും ക്വാളിറ്റി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ കോസ്റ്റർ അതുപോലെ ഡിസൈനർ പേപ്പർ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ നല്ല എംബ്രോയ്ഡറി ആയിട്ടുള്ള ഫാബ്രിക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും അതുപോലെ കാർഡ്ബോർഡൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു ഡിസൈനർ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ PALMCRAFT എന്നുള്ള കോഡും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Itsy അഗെയിൻ ഒരു 5% ഡിസ്കൗണ്ടും കൂടെ കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഫാമിലിയിലൊക്കെ ആരുടെങ്കിലും ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഗിഫ്റ്റൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്കത് നല്ല ഇഷ്ടമാവും. കാരണം ഇത് നല്ലൊരു ഹോം ഡെക്കറായിട്ടും അതുപോലെ ഷോ പീസായിട്ട് വെക്കാനും പിന്നെ ഈ പൂജാ റൂമിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.